ഇത് നാട്ടിൽ നിന്നുള്ള നമ്മുടെ സംഭാവനകളാണ്. മമ്മി നാട്ടിൽ നിന്ന് വന്നു. അപ്പൊ മമ്മി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ സാമഗ്രികളാണ്. അയ്യോ, കരിമീൻ. ഓ, കരിമീൻ വെള്ളമായി. നമ്മളിപ്പോ അബുദാബി പോയി വാങ്ങിച്ചോണ്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. കണ്ടോ, ഇത് പച്ചയാണ് കരിമീൻ. നമ്മള് അരപ്പൊന്നും അരച്ച് പെരട്ടിയിട്ടില്ല. അപ്പം അരപ്പ് ഒക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് അരച്ച് പെരട്ടാന്ന് വെച്ചു. അതാണ് ഒന്നുകൂടെ ടേസ്റ്റി. അരപ്പ് പെരട്ടിക്കൊണ്ട് വരാം, പക്ഷെ ഇവിടെ നമ്മൾ തന്നെ അത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. നമ്മുടെ മറ്റേ ഫ്രോസൺ ബാഗ് ഇല്ലേ, ആ ബാഗിന്റെ അകത്ത് വച്ചാൽ മതി, ഒരു കേടും പറ്റത്തില്ല. ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഇത് നമ്മുടെ വരാലാണ്, വരാൽ, പച്ച വരാല്. ഇതെന്തിനാ എടുക്കുന്നേ? ഇത് പച്ച വരാലാണേ. നല്ല ഫ്രഷ് ആയിട്ട് പച്ചയായിട്ട് ഇങ്ങനെ മുറിച്ച് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഇഷ്ടത്തിന് വറക്കുവോ കറി വെക്കുവോ എന്ത് വന്ന് വെച്ചാൽ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ഫ്രോസൺ ബാഗില്, ഫ്രോസൺ മീൻസ് അത് ബാഗിന് വരുന്ന മറ്റേ സിൽവർ കളറിലെ ആ ബാഗിൻ്റെ അകത്ത് ഇട്ട് കൊണ്ടുവന്നാണ്. അപ്പൊ ഇതാണ് അടുത്ത ഐറ്റം. ഇത് നമ്മുടെ ഫ്രിഡ്ജിലോട്ട് പോട്ടെ. ഇതൊക്കെ നമ്മുടെ അവിടുത്തെ തോട്ടിൽ നിന്ന് പിടിച്ചതാണ്. അത് മേടിച്ചാണോ? പിന്നെ ഇതാണ് നെക്സ്റ്റ് ഐറ്റം. ഓക്കെ, ദിസ് ഈസ് ബീഫാണ്. ബീഫ് നല്ല ഇത് ഉപ്പും കുരുമുളകും മാത്രം, മഞ്ഞളും ഇട്ട്, കുരുമുളകല്ല ഉപ്പും മഞ്ഞളും ഇട്ട് മാത്രം വേവിച്ചെടുത്താണ്. ഇനി ഇത് നമ്മുടെ ഇഷ്ടാനുസരണം ഉലത്തുകയോ കറി വെക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പം ഇത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ബീഫ്. നെക്സ്റ്റ് ഈസ് നമ്മൾ ഫ്രിഡ്ജൊക്കെ അങ്ങ് കാലിയാക്കിയിട്ടേക്ക് കേട്ടോ. ഇതൊക്കെ വരുമെന്ന് അറിയാമായിരുന്നു. ഇത് കക്കായിറച്ചിയാണ്. നല്ല മുഴുത്ത കക്കായിറച്ചി കേട്ടോ. അപ്പം കക്കായിറച്ചി ഇതുപോലെ തന്നെ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ആവശ്യമുള്ള സബോള, തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് വഴറ്റിയെടുക്കാം, മീൻസ് വേവിച്ചെടുക്കാം. ഒലത്തുകയോ എന്നാന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഇത് കക്കായിറച്ചി, നല്ല മുഴുത്ത കക്കായിറച്ചി കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കക്കായിറച്ചിയാണ് ഇഷ്ടം. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ കാൽഷ്യം ഡെപ്പോസിറ്റ് കാണും. കയ്യോടെ ഫ്രീസറിലേക്ക് വെച്ചേക്കാം. ഇനിയും തീർന്നില്ല ഇതിലൂടെ. ഇത് നങ്കാണേ. നങ്കറിയാലോ, നമ്മുടെ ഇവിടെ ഡവർ നിങ്ങൾ പറഞ്ഞു കിട്ടുമെന്ന്. ആ മീനാ ഡവർ. ഇത് ചെറുതാണ്, അതിന്റെ ചെറുത്, നങ്കിന്റെ ചെറുതാണ് ഇത്. ആണോ? എനിവേ, ഇത് തൊലി ഉരിച്ച് നല്ല വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. ഇത് വറക്കാൻ അടിപൊളിയാണ്, നല്ല സൂപ്പറാണ്. ഉണക്കനങ്ക് കഴിച്ചിട്ടില്ലാത്തവർ കഴിച്ചു നോക്കണം കേട്ടോ. ചോറിന്റെ കൂടെ നല്ല ഉണക്കനങ്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട. അതുപോലെ പച്ച നങ്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ്. വലിയ നങ്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡിൽ വലിയ നങ്കും ഉണ്ട്. പരന്നത് ഇതുണ്ട്, പരന്ന് ഇത് നങ്ക. അപ്പൊ അങ്ങനെ നങ്ക് നമ്മൾ നല്ലതായിട്ട് കയ്യാപ്പലൊക്കെ ഇട്ട് അങ്ങോട്ട് വറുത്തങ്ങോട്ട് എടുക്കണം. നല്ല രസമാണ് കഴിക്കാൻ. ഇച്ചിരി സാധനം കൂടിയാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ അലകുലിച്ച സാധനമൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്തുണ്ട്. തുറക്കട്ടെ, ഞാൻ നോക്കാം. ഇതെന്താ? അതാണ് വടിവാൾ. വടിവാളോ? ഒന്നുമില്ല. ഇതാണെങ്കിൽ വീട്ടിലെ നമ്മുടെ കുപ്പിയും വാട്ടർ ബോട്ടിലും ഒക്കെ കഴുകാനായിട്ടൊരു ബ്രഷ് വീട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ മേടിക്കണ്ട, ആ ബ്രഷ് തന്നെ ഇങ്ങനെ കൊടുത്ത് വിട്ടാൽ മതിയെന്ന് പറഞ്ഞ് ആ ബ്രഷാണ്. 1000 റബ്ബർ ബാൻഡ്. തുറക്കുക. അതെ, ബ്രഷാണിത്. ഇത് നമ്മുടെ ഇതെന്നാത്തിനാന്നറിയാമോ? നിങ്ങൾക്ക് അറിയാമല്ലോ, നോർമലി നമ്മളത് ഈ ഫ്ലാസ്കിലൊക്കെ കഴുകാനായിട്ടേ. അപ്പൊ ഇത് വളരെ ആപ്റ്റ് ആയിട്ടുള്ളൊരു ബ്രഷാ. അതെ, നല്ല നീളവാ. അപ്പൊ ഇത് ഞാനിങ്ങനെ ബ്രഷ് മേടിക്കണം എന്നിങ്ങനെ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു വീട്ടിൽ പറഞ്ഞ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. കൊച്ചിന്റെ അവന് വേണ്ടിയിട്ട് മേടിച്ചതാ. അപ്പൊ അത് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് വേണ്ടേ. ഓക്കെ, ബ്രഷായി. പിന്നെ വേണ്ടേ പുളി ആവശ്യമായിരുന്നു. പുളി വളരെ അത്യാവശ്യമായിരുന്നു, തീരാറായിരുന്നു. ഞങ്ങൾ ഇത്തവണ നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഇവിടെ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ച് കൊണ്ടുവന്നില്ലായിരുന്നു. അപ്പം കുറച്ച് കുടംപുളി, ഇത് അവിടെ ഇത്ര ഉള്ളായിരുന്നെന്ന് പറഞ്ഞു. അമ്മ ഉണ്ടായിരുന്നു, ഇങ്ങനെ കൊണ്ടു തന്നു. അപ്പം കുടംപുളിയെ, പിന്നെ കപ്പ, ഇത് വറക്കാനുള്ള കപ്പയാണ്, ഉണങ്ങിയ കപ്പയാണ്. വറക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പരുവത്തിന് ഉണക്കിയെടുത്താണ്.
മറ്റേ വേവിക്കാനല്ല, ഇത് വറക്കാൻ. എല്ലാത്തിൻ്റെ അകത്ത് റബ്ബർ ബാൻഡ് ഒരു സെക്യൂർ ആയിട്ട് ചെയ്തേക്കുന്നത് കൊണ്ട് വേണ്ട അരിക്കപ്പയാണ്. ഇതിങ്ങനെ നല്ലതായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് ഉണങ്ങിയെടുത്തേക്കുന്നതാണ്. ഇതിനി നമുക്ക് സുഖമായിട്ട് ഒന്നും ചെയ്യേണ്ട, എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് ഉപ്പ് ഇട്ട് എടുത്ത് വെച്ചാൽ മതി. നല്ല സൂപ്പറാണ് കഴിക്കാനായിട്ട്. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, തീരുന്നത് അറിയത്തേ ഇല്ല. അതാണ് അടുത്തത്. പിന്നെ ഇത് മരുന്നുകളാണ്. അത് പിന്നെ ഇതേണ്ട സാമലൂട്ടന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു, ഇവിടെ മുട്ടായി തീരെ കിട്ടാത്തൊരു രാജ്യമായതുകൊണ്ട് പ്രത്യേകം വേണമെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ്. ഇതേണ്ടേ ക്രിസ്പല്ലോ, ഇത് തന്നെ വേണമെന്നും പറഞ്ഞാൽ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ അകത്ത് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് എനിക്കറിയത്തില്ല. ഇതേണ്ട ഇതാണ്. പിന്നെ ഒരു വെറൈറ്റിയും കൂടെ ഉണ്ട്. ഇത് ഒരു മുട്ടായിയാണ്. ഞാൻ ഇത് കണ്ടപ്പോൾ വിചാരിച്ചു ഇത് ഏതാണ്ട് ഈ അസൈൻമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒട്ടിക്കുന്ന സാധനമാണ്. പിന്നെ അറിഞ്ഞത് മുട്ടായിയാണെന്ന്. അപ്പോൾ ഇതും ഒരു ടൈപ്പ് എന്തോ ഒരു മുട്ടായിയാണ്. പിന്നെ ഇതാണ് ക്രിസ്പല്ലോ, സാമൂലൂട്ടന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാട്ടിൽ നിന്നുള്ള ഞങ്ങൾക്കുള്ള സംഭവം. ഇത് നാട്ടിൽ നിന്നാണ്. ഇത് സാമൂലിന് കൊണ്ടുവന്ന, ഞാൻ ഇതിന് കയ്യിലോട്ട് അങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മറ്റേ എന്നാ അതിന് പറയുന്നത്, കയ്യിലിടുന്നൊരു ബ്രേസ്ലെറ്റ് കണക്കുള്ള എല്ലാവരുടെയും എല്ലാ വിശുദ്ധന്മാരും രൂപങ്ങളും ഈശോയും മാതാവും എല്ലാം ഒക്കെയുള്ള. അപ്പോൾ ഇതൊക്കെ പണ്ട് പരുമലയിലൊക്കെ പോകുമ്പോഴായിരുന്നു കൂടുതലും മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ പദയാത്രകളും റാസകളും പള്ളിപ്പെരുന്നാളും ഒക്കെ കുറഞ്ഞതിൻ്റെ പരിണിത ഫലമായിട്ട് ഇതുപോലൊന്നും കിട്ടാറില്ല. പണ്ട് ഇങ്ങനെ നമ്മുടെ കയ്യിലൊക്കെ അങ്ങനെ മോതിരങ്ങളൊക്കെ കാണുമായിരുന്നു. അതൊന്നും ഇപ്പം ഇല്ല. ഇതിപ്പം മമ്മി ഇത്തവണ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. സാമ്പിൾ മിക്കപ്പോഴും ഇടാൻ സാധ്യത കുറവാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലോട്ട് ഇട്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസിൻ്റെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.